നമ്മൾ തിരുവനന്തപുരത്ത് ഇതിന് മടക്കിസാൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ പേര് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 2 കപ്പ് മൈദ എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളമേ ചേർക്കാവൂ കേട്ടോ. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു 6 ഉരുളകളായിട്ട് മാറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് പരത്താനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെ ഞാൻ 6 ഉരുളകളായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് അരിപ്പൊടി വിതറിയതിന് ശേഷമാണ് നമുക്കിത് പരത്തേണ്ടത്. മൈദയല്ല, അരിപ്പൊടി വിതറുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ 6 എണ്ണവും പരത്തി എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൈദയിൽ പരത്തരുത്, അരിപ്പൊടിയിലാണ് പരത്തേണ്ടത്. ഇനി ഓരോ ഉരുള എടുത്തിട്ട് ഓയിലോ ഗീയോ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെയും അരിപ്പൊടി എണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ അടുക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ പരത്തി കൊടുക്കുക. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കിട്ടുന്നവരെ പരത്തിയെടുക്കണം. അതിൻ്റെ മേലെ ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമ്മൾ മാവ് തന്നെ അരിപ്പൊടി തന്നെ വിതറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്തതിന് ശേഷം എഡ്ജസ് വന്നിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലപോലെ അമർത്തിയതിന് ശേഷം തിരിച്ചൊന്നും കൂടെ ഫോൾഡ് ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഓരോ പീസിനെയും അരിപ്പൊടി വിതറിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ലെയറുകളായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ എല്ലാം പരത്തി മാറ്റി വെക്കുക. ഈ സമയത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കണം. എണ്ണ ഒരുപാട് ചൂടായി പോയത്, ഒരു മീഡിയം ചൂടാണ് വേണ്ടത്. അതിലേക്ക് ഇത് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുത്ത് ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും 1/2 കപ്പ് ഷുഗറിൽ ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു നൂൽ പരുവത്തിൽ വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഈ മടക്കസാൻ നല്ലപോലെ തണുത്തതിന് ശേഷം ഈ ഷുഗർ സിറപ്പിൽ ഓരോന്നായിട്ട് ഇട്ട് മുക്കിയതിന് ശേഷം വയറാക്കിലേക്ക് മാറ്റി നല്ലപോലെ തണുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.